ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ ചൂടാൻ വെച്ച് കൊടുക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പിലോട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കരിയാപ്പില ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ആയിരിക്കണം. വലുതായിട്ട് അരിഞ്ഞെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. നമുക്ക് ക്യാരറ്റ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തുറന്ന് വെച്ച് 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഒരു 5 മിനിറ്റ്സ് നമുക്ക് കവർ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരണ്ടി ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു 2 മിനിറ്റോടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടായി വരാനായിട്ട് ഈ തേങ്ങയൊക്കെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.